ഇന്നലെ പാതിരാത്രി ഒരു പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു. അഭിഷേകും ജാസ്മിനും തമ്മിലൊരു വഴക്ക് ഇപ്പോഴാണ് കണ്ടത്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളവരുടെ അടുത്തേ ഞാൻ സംസാരിക്കൂ. ഇവിടെ എല്ലാവരും എനിക്ക് ഒരുപോലെ അല്ല എന്ന് അഭിഷേക് പറയുന്നു. പുള്ളിക്ക് കിട്ടിയ സ്പേസിൽ എന്തോ പറയുന്നതാണ്. ലിവിംഗ് റൂമിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അഭിഷേക് ബിഗ് ബോസ് കടന്ന് ഇങ്ങോട്ട് വരരുതായിരുന്നു. വേറുള്ളവർ ഇവിടെ വന്നത് ഈച്ചയാട്ടി ഇരിക്കാൻ ആണെന്നുള്ള ചിന്ത വരരുത് എന്ന് ജാസ്മിൻ. നീ ഗബ്രിയോട് പറഞ്ഞതെല്ലാം സത്യമാണോ, പേഴ്സണൽ കാര്യങ്ങൾ എന്ന് ഉടനെ അഭിഷേക്. അപ്പൊ ജാസ്മിൻ പറയുന്നു ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ ഉരുണ്ടും അറിയാൻ നോക്കുന്നുണ്ടാവാം. നിന്നെ പോലെ വ്യക്തിത്വം ഇല്ലാത്തവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കണ്ടന്റിന് വേണ്ടി തെണ്ടരുത് എന്ന് അഭിഷേക് പറയുന്നു. എന്നിട്ട് ആ വാഴയുടെ ചോട്ടിലോട്ട് പോയിട്ട് അടുത്ത ആളെ പിടിച്ച് ഇവിടെ ഇരിക്കാൻ പറയുന്നു. ഇതില് എന്റെ അഭിപ്രായം കൂടി നമുക്ക് പറഞ്ഞേക്കാം. അത് പറയാൻ വേണ്ടിയാണല്ലോ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ നോറയുടെ ഊഴമായിരുന്നുവെങ്കിൽ ഇന്ന് ജാസ്മിന്റെ ഊഴമാണ്. സിബിന് ശേഷം ആരും ജാസ്മിനെതിരെ ഇത്രയും തുറന്നടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അഭിഷേക് ഇപ്പോഴും ആ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സത്യങ്ങൾ ഇത്രയും തുറന്നടിക്കുന്നവരെ മരുന്ന് കൊടുത്ത് പുറത്താക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തായാലും അഭിഷേക് ചുമ്മാ പൊളിച്ചടുക്കുമെന്ന് ഒരു രക്ഷയില്ല. ജിൻഡോക്കാക്കെ ബഹളം വെച്ച് തോപ്പിക്കുന്നത് പോലെ അഭിഷേകിന്റെ അടുത്ത് നടക്കില്ല എന്ന് ജാസ്മിന് മനസ്സിലാവും. ജാസ്മിൻ കുറെ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ക്യാപ്റ്റൻ വെള്ളം കുടിപ്പിക്കും. തിരിച്ചടിക്കാനാണെങ്കിൽ എന്തെങ്കിലും വേണ്ടേ അഭിഷേകിന് നേരെ? പുള്ളി നീറ്റായിട്ട് ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. ടാസ്കുകൾ വരുമ്പോൾ ചെയ്യുക, നിലപാടുകൾ പറയുക, ആ രീതിയിൽ കളിക്കുന്ന ഒരാളാണ്. ഡീസൻസി വിട്ട് അല്ലെങ്കിൽ മര്യാദ വിട്ട് ഡിഗ്നിറ്റി വിട്ട് അഭിഷേക് ഒന്നും തന്നെ അവിടെ ചെയ്തിട്ടില്ല. അവിടെ ജാസ്മിനെ പോലെ 50 ലക്ഷത്തിന് വേണ്ടി എന്ത് തറ പരിപാടിയും കാണിക്കുമെന്ന് ഓപ്പൺ ആയിട്ട് പറയുന്നവർക്ക് ഒരു പ്രസക്തിയില്ല. വാഴച്ചോട്ടിൽ പുതിയ ആളെ കെട്ടിപ്പിടിച്ചാനിരിക്കാൻ പറഞ്ഞെങ്കിൽ അത് തീർച്ചയായിട്ടും അർജുൻ തന്നെയാണ്. നമ്മളെ പോലെ പുള്ളി ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അർജുനും അഭിഷേകും തമ്മിൽ അടിയാവോ കണ്ടറിയാം. ഇതില് ജിൻഡോയുടെ അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അത് കാണിക്കുമോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ. ഇപ്പം ജിൻഡോയുടെ ഒരു സാധനങ്ങളും കാണിക്കുന്നില്ല. ലൈവ് കാണാനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.